ഇന്നലെ വന്ന പല പ്രതികരണങ്ങളിൽ നിന്നും ആ സ്റ്റേജിൽ വിളക്ക് കൊളുത്താൻ മാത്രം തയ്യാറാക്കിയ സ്റ്റേജ് അല്ല എന്നതിന്റെ വിവരങ്ങൾ ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു. പാരീസ് ലക്ഷ്മി അതിനിടയ്ക്ക് ഒരു നൃത്തം അവതരിപ്പിച്ചു. അവർ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ തന്നെ ആ സ്റ്റേജ് ഒട്ടും സേഫ് അല്ല എന്ന് അവർ പറഞ്ഞു എന്ന് ഇന്നലെ നമ്മുടെ ചർച്ചയിൽ കൃഷ്ണപ്രഭ നർത്തകി നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. അപ്പോൾ കൂടുതൽ വലിയൊരു അപകടത്തിലേക്ക് അത് പോകുമായിരുന്നു. ഒരുപക്ഷെ കൂടുതൽ നർത്തകർ അവിടെ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണപ്രഭ ഒരു സംഘമായിട്ടാണ് എത്തിയിരുന്നത്. ഒരു വലിയ ദുരന്തത്തിലേക്ക് അത് പോകുമായിരുന്നു എന്നതിന്റെ സൂചനകൾ നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ആ രൂപത്തിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ടോ? ഇതിൽ GCDAയുടെ കുഴപ്പങ്ങളെക്കുറിച്ചും അപ്പുറത്ത് UDF നിന്നും പരാതികൾ ഉയരുന്നുണ്ട്. GCDA പക്ഷേ എല്ലാത്തിലും ഒരു കരാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ആ കരാറിലെ കാര്യങ്ങൾ കൃത്യമായി സംഘം പരിശോധിച്ചിരുന്നോ എന്നുള്ള കാര്യങ്ങൾ GCDAയും നോക്കിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെയാണിപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് സൈഫുന്നിസ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കലൂർ സ്റ്റേഡിയത്തിൽ ഇന്നലെ തന്നെ ഈ പോലീസിന്റെയും ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും PWDയുടെയും ഉദ്യോഗസ്ഥർ സംയുക്ത പരിശോധന നടത്തിയിരുന്നു. ഈ സംയുക്ത പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റേജ് ബലം ഉള്ളതല്ല എന്നാണ്. നേരത്തെ ഈ പറഞ്ഞ പാരീസ് ലക്ഷ്മി നൃത്തത്തിന് ശേഷം കൃഷ്ണപ്രഭയോട് പറഞ്ഞ കാര്യമടക്കം സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് ഈ സംയുക്ത പരിശോധനാ ഫലം വരുമ്പോൾ പരിശോധനയിൽ ഇവർ സ്ഥിരീകരിക്കുന്നതും. അതായത് ഈ സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ അവിടെ ചെന്ന് നേരിട്ട് കാണുമ്പോൾ തന്നെ ബോധ്യപ്പെട്ട കാര്യം, ഈ പഴയ രീതിയിൽ തന്നെ സ്റ്റേഡിയത്തിന്റെ കസേരകൾ സ്ഥാപിച്ചിരിക്കുന്നതിന്റെ മുകളിലാണ് ഈ സ്റ്റേജ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ഈ കസേരകൾക്ക് സമീപം കോൺക്രീറ്റ് കട്ടകൾ വെച്ച് ആ കട്ടകൾക്ക് മുകളിൽ ഒരു കമ്പി കുത്തിവെച്ച് അതിന് മുകളിൽ ചെറു കയറ് വെച്ച് കെട്ടിയിട്ടാണ് ഈ സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ സ്ക്രൂ ചെയ്തോ ഒന്നുമല്ല ഈ VVIPകൾ മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ ഇരുന്ന സ്റ്റേജ് നിർമ്മിച്ചിരുന്നത്. അതും 2.5 മീറ്റർ മാത്രമായിരുന്നു അതിന്റെ വീതി. അതിന് താഴേക്ക് 14 അടിയോളം താഴ്ചയുണ്ടായിരുന്നു. അത് ആ ഭാഗത്തേക്ക് ആരെങ്കിലും വീഴാതെയോ അല്ലെങ്കിൽ ഒരു കൈവരി സ്ഥാപിക്കാനോ ഒന്നും സംഘാടകർ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച ഉണ്ടായി എന്നാണ് സംയുക്ത പരിശോധനാ റിപ്പോർട്ടിൽ കൃത്യമായി PWDയും പോലീസും ഫയർഫോഴ്സും പറയുന്നത്. ഒപ്പം തന്നെ ഈ VVIP സ്റ്റേജിന്റെ VVIPകൾ ഇരിക്കുന്ന സ്റ്റേജിന് സമീപത്ത് ഒരു വൈദ്യസഹായം നൽകാനുള്ള ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. വോളണ്ടിയർമാരാണ് ഉണ്ടായിരുന്നത്. വോളണ്ടിയർമാരുടെയും മാധ്യമപ്രവർത്തകരുടെയും ഇടയിലേക്കാണ് ഉമാ തോമസ് വന്ന് വീഴുന്നത്. അപ്പോൾ ഇവരാണ് ഓടിച്ചെന്ന് എടുക്കുകയും ചെയ്യുന്നത്. കൃത്യമായി ഇങ്ങനെ തലയടിച്ച് വീഴുന്ന ഒരാളെ എടുക്കുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നതിനും പ്രത്യേകമായ രീതികളുണ്ട്. പക്ഷേ ഇതൊന്നും അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. കൃത്യമായി വൈദ്യസഹായം നൽകാൻ കഴിഞ്ഞില്ല. ഒപ്പം തന്നെ ഈ സ്റ്റേഡിയത്തിന്റെ അകത്ത് ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നു ഗ്രൗണ്ടിന് സമീപത്തായി. ഇത് നേരെ VVIPകൾ ഇരിക്കുന്നതിന്റെ എതിർവശത്തായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇതിനു മുൻപിൽ ഈ ദിവ്യ ഉണ്ണിക്ക് വിശ്രമിക്കാനുള്ള ക്യാരവൻ ഉണ്ടായിരുന്നു. ഈ ക്യാരവനും ഒപ്പം തന്നെ ഈ നർത്തകർ ഈ ഗ്രൗണ്ടിന് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ഈ ആംബുലൻസ് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ഉപയോഗിച്ചതാകട്ടെ ഈ സ്റ്റേഡിയത്തിലകത്ത് ഒരാൾക്ക് ഒരു തളർന്നു വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനാണ്. അതല്ലാതെ ഈ MLA വയ്യാതെ ഇങ്ങനെ താഴേക്ക് വീണ് രക്തം വാർന്ന് കിടന്നപ്പോൾ ഇവരെ എടുത്തുകൊണ്ട് ഈ വളണ്ടിയർമാരും ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരും എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി അതുവഴി വന്ന ഒരു ആംബുലൻസിൽ കയറ്റിയാണ് ഈ റെനെ മെഡിസിറ്റിയിലേക്ക് എത്തിക്കുന്നത്. പോലീസിന്റെ പോലും സഹായം അവിടെ കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പോലീസിന്റെ ഭാഗത്ത് തന്നെ വന്ന വീഴ്ചയാണ്. മന്ത്രി അടക്കം പങ്കെടുക്കുന്ന ADGP കമ്മീഷണർ അടക്കം പങ്കെടുക്കുന്ന പരിപാടിയുടെ സുരക്ഷാ പരിശോധന കൃത്യമായി നടന്നില്ല എന്ന് വേണം മനസ്സിലാക്കുവാനായി. ഒപ്പം തന്നെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ GCDA അവരൊരു കരാറുണ്ടാക്കിയിരുന്നു. ഇത് വാടകയ്ക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറെ കാലത്തിന് ശേഷമാണ് സ്റ്റേഡിയത്തിന്റെ ഉൾവശം, സാധാരണഗതിയിൽ ഈ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് ഉൾഭാഗം ഈ റെന്റിന് കൊടുത്തിട്ട് കുറേ കാലങ്ങളായി. പണ്ട് ശ്രീ രവിശങ്കറിന്റെ ഒരു പരിപാടിയാണ് അതിന് മുമ്പാണ് നടന്നതെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം ഏകദേശം 10 വർഷത്തോളമായി അതിനകം വാടകയ്ക്ക് കൊടുക്കാറില്ലായിരുന്നു. ഇത്തരം മത്സരങ്ങൾക്ക് മാത്രമാണ്. നേരത്തെ KCAയുടെ ഭാഗമായിരുന്നു. പിന്നെ ഫുട്ബോൾ അസോസിയേഷനുകൂടെ കൂടി ചേർന്ന് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങളാണ് പ്രധാനമായും അവിടെ നടക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പരിപാടിക്കായി നൽകാൻ, അതായത് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ കരാർ നിലനിൽക്കെ അങ്ങനെ ഒരു പരിപാടിക്ക് നൽകാനുള്ള ചട്ടം ഉണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ നമ്മൾ GCDAയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അങ്ങനെ അതിന് തടസ്സമില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ കളി നടക്കുന്ന സമയത്ത് മറ്റു പരിപാടികൾക്ക് കൊടുക്കാനാകില്ല എന്നുള്ളൂ. കളി ഇല്ലാത്ത ദിവസങ്ങളിൽ കൊടുക്കുന്നതിന് തടസ്സമില്ല എന്നാണ് GCDA പറയുന്നത്. പക്ഷേ ഇതിൽ കുറച്ചുകൂടി വസ്തുത നോക്കാനുണ്ട്. എന്തായാലും വ്യവസ്ഥകൾ വെച്ചാണ് ഈ സ്റ്റേഡിയം നൽകിയിരിക്കുന്നത്. ദിവ്യ ഉണ്ണിയുടെ പേര് പറഞ്ഞാണല്ലോ ഇത്രയും വലിയ ഒരു സംഘം നർത്തകരെ അവിടെ എത്തിക്കുന്നത്. നൃത്ത വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട്
പരമാവധി വിദ്യാർത്ഥികളെ അവിടെ എത്തിക്കുക, അങ്ങനെ കൊണ്ടുവരുന്ന നൃത്താധ്യാപകർക്ക് പ്രത്യേകം പാരിതോഷികം എന്ന പ്രഖ്യാപനം അടക്കമുണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ദിവ്യ ഉണ്ണി എന്ന പേര് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ദിവ്യ ഉണ്ണി പക്ഷേ ഈ പരിപാടിക്ക് ശേഷം, ഈ അപകടത്തിന് ശേഷം പ്രതികരിച്ചതായി കണ്ടില്ല. അവരുടെ ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ വേണ്ടതായിരുന്നു. പക്ഷേ അവർ പിന്നീടും പലയിടത്തും നൃത്ത പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണെന്നാണ് കേട്ടത്. അപ്പോൾ അതിലൊരു ധാർമ്മിക പ്രശ്നം കൂടി നിൽക്കുന്നു. അവരെ വിളിപ്പിക്കാനാണോ ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ അവരുടെ പങ്ക് എന്ന രീതിയിൽ ഒരു വിശ്വാസ്യത ഉണ്ടാക്കാൻ ദിവ്യ ഉണ്ണിയെ കൊണ്ടുവന്നു എന്ന രൂപത്തിലല്ലേ പോലീസ് അതിനെ കാണുന്നത്? അതോടൊപ്പം മറ്റൊരു നടനായ സിനോജ് തോമസ്, അദ്ദേഹത്തിന്റെ പങ്ക് എന്താണിതിൽ? സിജോയ് വർഗീസിന്റെ പങ്ക് എന്താണ്? രണ്ടുപേർ, ദിവ്യ ഉണ്ണിയെയും ഒപ്പം തന്നെ സിജോയ് വർഗീസിനെയും, ഈ രണ്ടുപേരെയും വിളിച്ചു വരുത്താൻ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ദിവ്യ ഉണ്ണി ഈ മൃദംഗ വിഷൻ നടത്തിയ പരിപാടിയുടെ പ്രധാന നർത്തകിയായിരുന്നു. ഈ ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലാണ് ഗിന്നസ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിന് വേണ്ടിയിട്ട് ഈ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ദിവ്യ ഉണ്ണിയുടെ ഭാഗം കേൾക്കേണ്ടതുണ്ട്. മൊഴിയെടുക്കാനായി നോട്ടീസ് നൽകി വിളിപ്പിക്കും. ഒപ്പം തന്നെ സിജോയ് വർഗീസ്, നടൻ കൂടിയായ സിജോയ് വർഗീസാണ് ഈ മൃദംഗ വിഷൻ എന്ന കമ്പനിയുടെ മുഖ്യ രക്ഷാധികാരി. സിജോയ് വർഗീസ് ആണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ ഈ CEO അടക്കമുള്ളവരെ പരിചയപ്പെടുത്തുകയും ഈ പരിപാടിയെക്കുറിച്ച് വിശദീകരിക്കുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ സിജോയ് വർഗീസിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. ഈ പരാതിയായി, അതായത് സാമ്പത്തിക തട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ പരാതിയായി ആരും മുന്നോട്ട് വന്നിട്ടില്ല. ഈ മാധ്യമങ്ങളിലൂടെ പറയുന്നതല്ലാതെ പോലീസിനൊരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നാണ് ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് ആഴ്ന്നുള്ളൊരു പരിശോധന അല്ലെങ്കിൽ അന്വേഷണം ഉണ്ടായില്ലെങ്കിൽ പോലും ഈ പ്രാഥമികമായ രീതിയിൽ ഇതിനൊപ്പം തന്നെ ഈ അപകടം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ പരിപാടിയുടെ സംഘാടനം പോയതിനെ ചോദ്യം ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ വിഷയത്തിൽ കൂടി ഇത്തരം രൂപ പലരിൽ നിന്നും കൈപ്പറ്റിയടക്കം 5000 വരെ രൂപ പല നർത്തകരിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്, കുട്ടികളിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. അതിന്റെ സംഘാടനത്തിൽ മൊത്തം അത്തരം വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം തന്നെ GCDAക്ക് 12 ലക്ഷത്തിനാണ് ഈ വാടക നൽകേണ്ടത്, അതിൽ 5 ലക്ഷം മാത്രമാണ് നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ അഴിമതി നടന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ പോലീസ് അന്വേഷണം നടത്തും. ഇതിന്റെ ഭാഗമായാണ് ഈ പരിപാടിയുടെ സംഘാടകർ ദിവ്യ ഉണ്ണി, സിജോയ് വർഗീസ് അടക്കമുള്ളവരെ എല്ലാവരെയും തന്നെ ചോദ്യം ചെയ്യും. ആവശ്യമെങ്കിൽ പ്രതി ചേർക്കും എന്നാണ് കൊച്ചി DCP നേരത്തെ വ്യക്തമാക്കിയത്. ശരി, ലേബി സജീദനും സൈഫുദ്ദീൻ സാലിയാറുമാണ് വിശദമായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.